എടി നീ വീട്ടിലേക്ക് നോക്കോ, ഞാൻ വന്നോളാം. പ്രത്യേകം പറഞ്ഞേക്കണേ. എന്നാ ശരി. ആ ശരി. ആ കുറച്ച് സ്ഥലം തന്നേട്ടാ. എന്തായിരുന്നു കൂട്ടുകാരായിട്ട് പള്ളിയില്? അച്ഛന്റെ പ്രസംഗത്തിനിടെ ഫ്രണ്ട്സിനെ കയ്യും കാലം കാണിക്കുന്നുണ്ടല്ലോ. പള്ളിയിലെങ്കിലും ഒന്ന് ബിഹേവ് ചെയ്തൂടെ? നീ അത് വിടറി. വന്നല്ലോ. കാര്യം പറ്റടി. അതെ, ഇന്ന് ഉച്ചക്ക് വന്ന കഴിഞ്ഞ ഞായറാഴ്ച പോലെ ഉമ്മ കേട്ടോ. കഴിഞ്ഞ ആഴ്ചത്തെ പോലെ കള്ളുപിടിച്ചാനും വന്ന ഉമ്മി ആയിരിക്കല്ലോ കിട്ടണത്. കുറിച്ച് കുത്തും ചോദിച്ചു വരും. ഇന്നലെ വിളിച്ചപ്പോ ബോധം ഉണ്ടായിരുന്നില്ലല്ലോ. കള്ളു പിടിച്ചിട്ടുണ്ടായിരുന്നല്ലേ? അതെ മിസ്റ്റർ പോർക്കറച്ചി, ഉച്ചയ്ക്ക് വരുമ്പോ കുറച്ച് പോർക്കറച്ചും കൂടെ എടുത്തേരാ. ഞാനതല്ല ആലോചിക്കണേ, എന്റെ ഈ പഠിപ്പ് വെച്ചിട്ട് ജർമ്മനിയിൽ ഒന്ന് എന്ത് കാണിക്കാനാണ്? അതിപ്പോ പപ്പയെ റെസ്റ്റോറന്റിൽ സഹായിക്കാലോ. അയ്യേ, റെസ്റ്റോറന്റിലാ? എന്റെ പപ്പ അതന്നെയല്ലേ ചെയ്യുന്നേ? അതല്ല, ഞാൻ ഈ BA വരെയൊക്കെ പഠിച്ചിട്ട് റെസ്റ്റോറന്റിലൊക്കെ നിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെന്ത് വിചാരിക്കും? അതിന് പെപ്പ BA പാസ്സായിട്ടില്ലല്ലോ. ആ അതും ശരിയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. റെസ്റ്റോറന്റിൽ നിക്കാല്ലേ? എടാ മോനെ, സഹിക്കില്ലടാ. അവിടെ ആ കാർന്നൂര് ആ പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അപ്പഴാണ് അവരുടെ ഗുണ്ടായുസം. അവരവിടെ ചെന്നിട്ട് ആ ചട്ടിയും കലവും സാധനങ്ങളൊക്കെ എടുത്ത് കംപ്ലീറ്റ് വലിച്ചങ്ങോട്ട് എറിഞ്ഞളഞ്ഞ്. നാട്ടുകാർ തണ്ടികൾ നോക്കിക്കല്ലുള്ളൂ. അപ്പൊ ആരും ഒന്നും ചോദിച്ചില്ലേ? പിന്നെ ചോദിക്കണ്ട. മെമ്പർ ശാങ്കൻ അവൻ്റെ ചെകളൊക്കെ ഒരു അടി അടിച്ചപ്പോൾ അവൻ്റെ പാട് നോക്കി പോയി. അപ്പിൻ്റെ ചെന്നിട്ടേ അവൻ ചെന്നിട്ട് ചോദിക്കണം ആ പെണ്ണിനോട് എൻ്റെ കീപ്പായിട്ടിരിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ആരെങ്കിലും ചോദിക്കുമോ? പിന്നെ ആ നേരത്തെ ആരാണ്ട് ചെന്ന് നമ്മുടെ ഇന്ദുചൂടന് ഫോൺ ചെയ്ത് മൂപ്പരാളുടെ ജീപ്പില് 15 വർഷം പറയുന്ന രഹസ്യത്തിന്റെ കഥ അത് കേട്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ഇറങ്ങിപ്പോയടാർന്ന്. ഞായറാഴ്ചല്ലടാ, 2 ടണ്ടമ്പിലടിക്കടാ. കാടടച്ച് പിന്നല്ലാണ്ട് ഞങ്ങളാടാ കണവണ മാറ്റിക്കില്ലടാ. പൊളിക്കത്. ഓൾറെഡി 2 സ്ഥലം നമുക്ക് മാർക്കറ്റിലുണ്ട്. പിന്നെ ഈസ്റ്ററും വിഷു നമ്മളവിടെ പറഞ്ഞാൽ പഴയ ടീംസൊക്കെ മാറി തരും. വേണമെങ്കിൽ 1-2 സ്ഥലം പുറത്തു വിടാം. കാര്യം നല്ല പരിപാടിയാണ്. എന്നാൽ ഈ പോർക്കച്ചവടത്തിനൊക്കെ നമ്മൾ ഇറങ്ങണോ? പോർക്കച്ചവടത്തിന് എന്താ കുഴപ്പം? ഈ നിൽക്കണവൻ്റെ തടിയും ഇവൻ്റെ പെങ്ങന്മാരെ പഠിപ്പിച്ചതും കെട്ടിച്ചതൊക്കെ ഇവൻ്റെ അപ്പം പോർക്കച്ചവടം എടുത്തിട്ടല്ലേ. പിന്നെ വേഗത്തെ ചോരാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോർക്കച്ചവടം എടുത്ത് റെൻ്റേക്കാരൻ്റെ പരിപാടി തുടങ്ങിയ അതിൽ നിന്ന് ഒരു ലാഭമില്ല എന്നും പറയട്ടെ. അത് ശരിയാ. അതല്ലെന്നേ, ഇവറ്റങ്ങളിലൊരു മാതിരി ഒച്ചയും ബഹളവും കൂടം കൊണ്ടുള്ള അടിയും പിന്നെ ഒരു സ്മെല്ലും. അല്ല, ഇത്തിരി മെനക്കെട്ട പരിപാടിയാണ്. എന്റെ പൊന്നു വീമാ, നീ കാലത്ത് തന്നെ പെണ്ണാണോ പോണാലും ഇൻസെർട്ടൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിനക്ക് 1 മാസം എന്ത് കിട്ടുന്നുള്ളത് നമുക്കറിയാം. നീ അത് വിട്, അതിന്റെ 3 ഇരട്ടി ഒരാഴ്ച കൊണ്ട് നമ്മുടെ വെട്ടി വീഴും. പിന്നെ സ്മെല്ലും മെനക്കേടും. അത് ഞായറാഴ്ച വൈകിട്ട് പോർക്കച്ചവടൊക്കെ കഴിഞ്ഞ് പിയേഴ്സ് സോപ്പൊക്കെ ഇട്ട് കുളിച്ച് ആളൊന്നും 30,000 കിട്ടുമ്പോ സ്മെല്ലും ഉണ്ടാവില്ല, മെനക്കേടും ഉണ്ടാവില്ല. പോർക്ക് പൊളിച്ചോട്ടാ പോളിടന്നാ. അപ്പൊ ഞായറാഴ്ച ഇനി പോർക്കച്ച് പൂശല്ലേ? നമ്മുടെ സവാട്ടിക്ക് പിന്നെ ആകെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോർക്ക് ഡീൽ ചെയ്യുന്നത് രാജൻ രവിയാണ്. സാധനം അവന്മാരെന്ന് എടുക്കേണ്ടി വരും. ബാബുജീനെ കൊന്ന കേസിൽ അകത്തുപോയി രവീൻ രാജനും പുറത്തിറങ്ങിയത് അപ്പാനി രവി യൂക്ലാമ്പ് രാജനുമായിട്ടായിരുന്നു.